ഊഹാപോഹങ്ങളില്ലാത്ത അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഏജൻസികൾ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇതിൽ ആവേശമില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. ദുബായിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് ഇവന്റ് മാനേജ്മെൻറ്റ് കമ്പനികളും പരിപാടികൾ സംഘടിപ്പിക്കുന്ന കലാ സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു പുതിയ നിയമമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള പൊതുസുരക്ഷയെക്കുറിച്ചുള്ള 2026 നിയമം നമ്പർ 2. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള വ്യക്തമായ നിയമമാണ് ഇതിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കർശനമായ സുരക്ഷാ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതായിരിക്കും. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പൊതുസ്ഥലങ്ങളും പരിപാടികളും നിർദ്ദിഷ്ടമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. പൊതുസ്ഥലങ്ങളിലും പരിപാടികളിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഗുണനിലവാരം, മതിയായ വെളിച്ചം, വായുസഞ്ചാരം, അപകട സന്ദേശം മുഴക്കാനുള്ള അലാം സംവിധാനം തുടങ്ങി സുരക്ഷിതമായ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ, തീയണയ്ക്കാനുള്ള ഉപകരണങ്ങൾ, അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ, പരിശീലനം ലഭിച്ച സുരക്ഷാ ജീവനക്കാരുടെ സാന്നിധ്യം എന്നിവ വരെ പ്രോഗ്രാമുകൾ നടക്കുന്ന ഇടങ്ങളിൽ കർശനമായ പരിശോധനകൾക്ക് വിധേയമാകും. തിരക്ക് തടയുന്നതിനായി ജനക്കൂട്ടത്തിൻ്റെ എണ്ണത്തിലും ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. കൂടാതെ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന പൊതുസ്ഥലങ്ങളിലെ പരിപാടികൾക്കും ചില നിയന്ത്രണങ്ങൾ വരുന്നതായിരിക്കും. അതായത് പൊതുപരിപാടികൾ നടത്താൻ ഇനി മുതൽ കർശനമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടി വരും എന്നർത്ഥം. നിയമം ലംഘിച്ചാൽ 500 മുതൽ 1,00,000 ദിർഹം വരെയാണ് പിഴ. നിയമലംഘനം 1 വർഷത്തിനുള്ളിൽ ആവർത്തിച്ചാൽ പിഴ 20 ലക്ഷം ദിർഹമായി കൂടും എന്നും ഓർമ്മിക്കണം. അതുപോലെ പാർപ്പിട സമുച്ചയങ്ങളിലെ വൈദ്യുതി ഉപകരണങ്ങൾ, സ്വിമ്മിംഗ് പൂൾ, ഇതിലൊക്കെ സുരക്ഷാ പരിശോധന നിർബന്ധമാണ്. ബീച്ചുകളിൽ നിശ്ചിത സമയം കഴിഞ്ഞ് നീന്താനോ വെള്ളത്തിലിറങ്ങാനോ പാടില്ല. പ്രത്യേക അനുമതിയില്ലാതെ പടക്കങ്ങൾ, തീപിടിക്കുന്നതും വിഷകരവുമായ വസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യരുത് തുടങ്ങിയ നിയമങ്ങളാണ് വരാനിരിക്കുന്നത്. പുതിയ നിയമം വരുന്ന ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരും. നിലവിലെ പശ്ചാത്തലത്തിൽ ഈ മാസം 9, 10, 11 തീയതികളിൽ നടത്താനിരുന്ന CBSE 12ാം ക്ലാസ് പരീക്ഷകൾ മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അപകടമുണ്ടായ എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ ദുബായ് മീഡിയ ഓഫീസ് നിഷേധിച്ചു. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച വിശദീകരണം പുറത്തുവന്നത്. UAE വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് ലക്ഷ്യം തകർത്തതിനെ തുടർന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ വീണ് ചില ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതൊഴിച്ച് ഇതിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. അനാവശ്യ വാർത്തകൾ പരത്തി ആളുകളിൽ പരിഭ്രാന്തി പടർത്താതിരിക്കണമെന്നും അത്തരം വാർത്തകളും പ്രചാരണങ്ങളും നൽകുന്നത് കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇറാൻ ആക്രമിച്ച അയൽ രാജ്യങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായി പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ. അണികളിലെ തെറ്റായ ആശയവിനിമയം മൂലമാണ് അവ സംഭവിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഇറാനെതിരായ ആക്രമണം ആ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ അയൽ രാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ താൽക്കാലിക നേതൃത്വ കൗൺസിൽ അംഗീകാരം നൽകിയതായും പെഷേഷ്കിയാൻ അറിയിച്ചു. ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ. ഇറാൻ്റെ ശത്രുക്കളുടെ ഈ ആഗ്രഹം അവരെ ശവക്കുഴികളിലേക്ക് ആനയിക്കുമെന്നും പെഷേഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിരുപാധിക കീഴടങ്ങൽ ആവശ്യത്തിന് മറുപടി എന്നോണമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇസ്രയേലിലും ഗൾഫ് മേഖലയിലും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇസ്രയേലും അമേരിക്കയും ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ തീമഴ വർഷിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. യുദ്ധം പെട്ടെന്ന് നിൽക്കാൻ സാധ്യതയില്ലെന്ന സൂചനയാണ് ഇതെല്ലാം നൽകുന്നത്. മസ്കത്ത് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പ്രവേശനം പരിമിതപ്പെടുത്തിയതായി ഒമാൻ എയർപോർട്ട്. സ്ഥിരീകരിച്ച വിമാന ടിക്കറ്റുകൾ കൈവശമുള്ള യാത്രക്കാർ, സാധുവായ എയർപോർട്ട് പ്രവേശനാനുമതിയുള്ള വ്യക്തികൾ എന്നിവർക്ക് മാത്രമാണ് പ്രവേശന അനുമതി ഉള്ളൂവെന്നും അധികൃതർ അറിയിച്ചു. പ്രവാസി ലീഗ് നേതാവും തിക്കോടിയിലെ മത, രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന ആഷിം കോയത്തങ്ങൾ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. കബറടക്കം ഇന്നുച്ചയ്ക്ക് തിക്കോടി അങ്ങാടി ജുമാ മസ്ജിദ് ഖബരിസ്ഥാനിൽ നടന്നു.